ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് മോഡ്യൂൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രസന്റേഷനിൽ കാണാം ഡിറ്റർമിനേറ്റ് ആൻഡ് ഇൻഡിറ്റർമിനേറ്റ് ബീംസ്. ഡിറ്റർമിനേറ്റ് ബീം എന്താണെന്ന് നിങ്ങൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ? ഡിറ്റർമിനേറ്റ് ബീം നമ്മൾ ഇത്രയും കാലം ടോസ് 1, ടോസ് 2, ടോസ് 3യിലെ ഫസ്റ്റ് 2 മോഡ്യൂൾസ് ഇത്രയും പഠിച്ചത് ഡിറ്റർമിനേറ്റ് ബീംസ് ആണ് പഠിച്ചത്. അപ്പോൾ ഡിറ്റർമിനേറ്റ് ബീം എന്ന് പറഞ്ഞാൽ നമുക്ക് ബീംസിനകത്തുള്ള ബീംസിൽ നമുക്ക് സപ്പോർട്ട്സ് ഉണ്ടാവത്തില്ലേ? ഒരു ബീമും എയറിൽ നിൽക്കില്ല, ബീംസിൽ സപ്പോർട്ട്സ് ഉണ്ടാവും. ഇത് എന്ത് ടൈപ്പ് ബീമാണ്? ഈ ബീമിന്റെ പേരെന്താ? സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഞാനൊരു 10 കിലോ ന്യൂട്ടൺ ലോഡ് അപ്ലൈ ചെയ്തു. 10 കിലോ ന്യൂട്ടൺ ലോഡ് അപ്ലൈ ചെയ്തു. ഈ സപ്പോർട്ട് ഞാൻ എ എന്ന് പേര് കൊടുത്തു, ഈ സപ്പോർട്ടിന് ബി എന്ന് പേര് കൊടുത്തു. എത്ര നമ്പർ ഓഫ് അൺനോൺസ് ഉണ്ട് ഇവിടെ? നമുക്ക് എത്ര വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം? സിംപ്ലി സപ്പോർട്ടഡ് ബീംസിൽ നമുക്ക് എത്ര നമ്പർ ഓഫ് അൺനോൺസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം ഈ തന്നിരിക്കുന്ന ബീമില്? റിയാക്ഷൻ അറ്റ് എ ആൻഡ് റിയാക്ഷൻ അറ്റ് എ ആൻഡ് റിയാക്ഷൻ അറ്റ് ബി. അപ്പൊ നമുക്ക് 2 നമ്പർ ഓഫ് അൺനോൺസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ബീമിന്റെ പേരെന്താ? ഇത് എ എന്ന് പറഞ്ഞ സപ്പോർട്ട്, ഇത് ബി ഓവർ ഹാങ്ങിങ്. ഈ ബീമിന്റെ പേരെന്താ? കാന്റിലിവർ ബീം. കാന്റിലിവർ ബീമിൽ എത്ര നമ്പർ ഓഫ് അൺനോൺസ് ഉണ്ട്? കാന്റിലിവർ ബീമിൽ എത്ര നമ്പർ ഓഫ് അൺനോൺസ്? ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു 10 കിലോ ന്യൂട്ടൺ ലോഡ് കൊടുത്തു. എത്ര നമ്പർ ഓഫ് അൺനോൺസ് വരും ഈ ക്വസ്റ്റ്യനിൽ? നമുക്ക് എന്തൊക്കെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം ഇങ്ങനെ ഒരു കാന്റിലിവർ തന്നു കഴിഞ്ഞാൽ? സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നിങ്ങൾ പറഞ്ഞു റിയാക്ഷൻ അറ്റ് എ ആൻഡ് റിയാക്ഷൻ അറ്റ് ബി ആണ് അൺനോൺസ് ആയിട്ടുള്ളത്. അപ്പൊ ഈ കാന്റിലിവർ ബീമിൽ ഏതൊക്കെ അൺനോൺസ് ഫോഴ്സസ് വരുന്നേ? പറഞ്ഞോ. ആർ ബി വരത്തില്ല വിഷ്ണു, അവിടെ സപ്പോർട്ട്സ് ഒന്നും ഇല്ലല്ലോ, അത് ഫ്രീ അല്ലേ, ഫ്രീ എൻഡ് അല്ലേ. ആർ ബിയിൽ ഒന്നും വരില്ല, ആർ ബി ഫ്രീ എൻഡ് ആണ്. അവിടെ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഒക്കെ 0 ആണ്. നമുക്ക് ഈ ബി എ എന്ന് പറഞ്ഞ സപ്പോർട്ട്സിലാണ് അൺനോൺസ് വരുന്നത്. ഇതൊരു ഫിക്സഡ് എൻഡ് ആയതുകൊണ്ട് there will be a horizontal reaction. പിന്നെ ഫിക്സഡ് എൻഡിൽ എന്തുണ്ട്? there will be a moment. പിന്നെ എന്ത് വരും? ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഒരു ഫിക്സഡ് എൻഡിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത് 3 റിയാക്ഷൻസ് ആണ്. ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ, ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ, പിന്നെന്താ ഉള്ളത്? there will be a moment. അപ്പൊ ടോട്ടൽ എത്ര നമ്പർ ഓഫ് അൺനോൺസ് ഉണ്ട്? 3 നമ്പർ ഓഫ് അൺനോൺസ് ആണ് ഒരു കാന്റിലിവർ ബീമിൽ വരുന്നത്. കാന്റിലിവർ ബീം. ഈ അൺനോൺസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഓർക്കുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഒരു കാന്റിലിവർ ബീം ആണെങ്കിൽ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ട്, ഒരു മൊമെന്റ് ഉണ്ട്. ഈ 3 അൺനോൺ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? ഒരു 3 ഇക്വേഷൻസ് വെച്ചിട്ടായിരുന്നു നമ്മൾ പഠിച്ചത്. കഴിഞ്ഞ മോഡ്യൂളിലെല്ലാം പ്രോബ്ലം ചെയ്തത് വെച്ചിട്ട്. പറഞ്ഞോ, ഏതൊക്കെയാ ഇക്വേഷൻസ്? സിഗ്മ H is equal to 0, sigma V is equal to 0, and last one sigma is equal to 0. So structures which can be analyzed by using 3 equilibrium equations, അതിനെയാണ് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. Like beams which can be analyzed by using equations of static equilibrium only is called statically determinate beams. അപ്പോൾ നമുക്ക് മാക്സിമം ഒരു ബീമിൽ വരുന്ന നമ്പർ ഓഫ് അൺനോൺസ് 3 ആകാൻ പാടുള്ളൂ.
ആ അൺനോൺസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു 0, സിഗ്മ വി ഈസ് ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ എം ഈസ് ഈക്വൽ ടു 0. അങ്ങനെ ഈ 3 ഇക്വേഷൻസ് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്, അല്ലെങ്കിൽ ബീംസിനെയാണ് ഡിറ്റർമിനേറ്റ് ബീംസ് എന്ന് പറയുന്നത്. ഡിറ്റർമിനേറ്റ് ബീംസ്. അപ്പോ നമ്മൾ ഇത്രയും കാലം പഠിച്ചത് ഡിറ്റർമിനേറ്റ് ബീംസ് ആണ്. ഇനിയിപ്പോ തേർഡ് മൊഡ്യൂൾ മുതൽ അങ്ങോട്ട് നമുക്ക് ഇൻഡിറ്റർമിനേറ്റ് ബീംസ് ഉണ്ട്. ഇൻഡിറ്റർമിനേറ്റ് ബീംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 3 ഇക്വേഷൻസ് കൊണ്ട് മാത്രം ബീംസിനെ സോൾവ് ചെയ്യാൻ പറ്റില്ല. അഡീഷണൽ നമ്പർ ഓഫ് ഇക്വേഷൻസും കൂടി വേണ്ടി വരും. ഇപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്ന കാൻഡിലിവർ ബീമിന്റെ പ്രോബ്ലം തന്നെ നോക്കാം. ഈ കാൻഡിലിവറിൽ നമുക്ക് എയിൽ മാത്രമേ സപ്പോർട്ട് ഉള്ളൂ. ഇനി ഞാൻ ഇവിടെ ബിയിലും കൂടെ ഒരു സപ്പോർട്ട് കൊടുക്കുവാണ്, ഒരു സിമ്പിൾ സപ്പോർട്ട് കൊടുക്കുവാണ് ബിയിൽ. അപ്പൊ ഇവിടെ റിയാക്ഷൻ ബിയും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനെയാണ്, ഈ ഫിഗറിന് പറയുന്ന പേരാണ് പ്രോപ്ഡ് കാന്റിലിവർ. പ്രോപ്ഡ് കാന്റിലിവർ എന്ന് വെച്ചാൽ വൺ എൻഡ് ഫിക്സഡ് ആയിരിക്കും, എന്നിട്ട് അതർ എൻഡിൽ നമുക്കൊരു സിമ്പിൾ സപ്പോർട്ട് ഉണ്ടാവും. അങ്ങനെയുള്ള കാന്റിലിവറിനെയാണ് പ്രോപ്ഡ് കാന്റിലിവർ എന്ന് പറയുന്നത്. പ്രോപ്ഡ് കാന്റിലിവർ, വൺ എൻഡ് ഫിക്സഡ് ആൻഡ് അതർ എൻഡിൽ ഒരു സിമ്പിൾ സപ്പോർട്ട് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ആണ് പ്രോപ്ഡ് കാന്റിലിവർ. അപ്പൊ ഈ പ്രോപ്ഡ് കാന്റിലിവറിൽ എത്ര അൺനോൺസ് ഉണ്ട്? എത്ര നമ്പർ ഓഫ് അൺനോൺസ് ഉണ്ട്? 4. ഈ വരച്ചിരിക്കുന്ന 4 നമ്പർ ഓഫ് അൺനോൺസ്. അപ്പൊ 4 അൺനോൺസ് കണ്ടുപിടിക്കാൻ നമുക്ക് 3 ഇക്വേഷൻസ് കൊണ്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ആണ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്. ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നാണ് തേർഡ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലി അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സാധനം ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. ഒരുപാട് യൂസ്ഫുൾ. നമ്മൾ യൂഷ്വലി കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് എല്ലാം ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിനേക്കാളും എഫക്റ്റീവും നമുക്ക് കോസ്റ്റ് എഫക്റ്റീവും കൂടുതൽ അഡ്വാൻറ്റേജും ആയിട്ടുള്ളതെല്ലാം ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ഇൻഡിറ്റർമിനേറ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് പാർട്ട് എയില് 4 മാർക്കിലേക്ക് തിയറി ചോദിക്കും, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആൻഡ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് നമുക്ക് 3 ഇക്വിലിബ്രിയം ഇക്വേഷൻ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിന് 3 ഇക്വിലിബ്രിയം ഇക്വേഷൻ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല. അഡീഷണൽ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതാണ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്. സോ ഡിറ്റർമിനേറ്റ് ആൻഡ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും പറഞ്ഞതില്? No sir. അപ്പോ ഞാൻ 1-2 എക്സാമ്പിൾസ് കാണിച്ചു തരാം. സോ ഈ വരച്ചിരിക്കുന്ന എല്ലാം ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. ഫസ്റ്റ് ഫിഗർ നോക്കിക്കേ. ഫസ്റ്റ് ഫിഗറിൽ നമുക്ക് 2 അൺനോൺസേ ഉള്ളൂ, റിയാക്ഷൻ എയും റിയാക്ഷൻ ബിയും. അപ്പൊ എന്ത് ചെയ്യാം? ഈ 3 ഇക്വിലിബ്രിയം ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും. ഈ സെക്കൻഡ് ഫിഗർ നോക്കിക്കേ. സെക്കൻഡ് ഫിഗറിൽ എ ഹിഞ്ചഡ് ആണ്. ഹിഞ്ചഡ് എൻഡിൽ നമുക്ക് എന്ത് വരും? ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ വരും, ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ വരും. റോളർ എൻഡ് ആണെങ്കിൽ എന്താണ്? റോളർ എൻഡിൽ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ വരത്തുള്ളൂ. അപ്പൊ എന്തോന്ന്? ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺസ് 3 നമ്പർ ഓഫ് അൺനോൺസ്. 3 നമ്പർ ഓഫ് അൺനോൺസ് 3 ഇക്വിലിബ്രിയം ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി തേർഡ് ഫിഗർ കാന്റിലിവർ ആണ്. കാന്റിലിവറിൽ നമുക്ക് സപ്പോർട്ട് എൻഡിൽ 3 അൺനോൺസ്, വെർട്ടിക്കൽ റിയാക്ഷൻ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആൻഡ് എ മൊമെന്റ്. 3 നമ്പർ ഓഫ് അൺനോൺസ് വരും. അപ്പോൾ ഇതൊരു ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിന് എക്സാമ്പിൾ ആണ്. ഇനി ഇൻഡിറ്റർമിനേറ്റിന്റെ എക്സാമ്പിൾ നോക്കാം. നിങ്ങൾക്ക് തിയറി ചോദിക്കുമ്പോൾ ഈ ഫിഗേഴ്സും എക്സാമ്പിൾസ് എന്ന് പറഞ്ഞ് ഫിഗേഴ്സും കൂടെ എഴുതണം കേട്ടോ. 4 മാർക്കിനായിരിക്കും തിയറി ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഇൻഡിറ്റർമിനേറ്റിന്റെ എക്സാമ്പിൾ ആണ് ഫിക്സഡ് ബീം. അപ്പോൾ ബീമിന്റെ 2 എൻഡും ഫിക്സഡ് ആണ്. അപ്പോൾ ഫിക്സഡ് എൻഡിൽ നമുക്ക് എന്ത് വരും? 3 അൺനോൺസ് വരും. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ്, ഈ ഫിക്സഡ് ബീമിൽ ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺസ് 6 ആണ്. എയിൽ 3 നമ്പർ ഓഫ് അൺനോൺ, ബിയിൽ 3 നമ്പർ ഓഫ് അൺനോൺസ്. ഇനി സെക്കൻഡ് കൊടുത്തിരിക്കുന്നത് കണ്ടിന്യൂസ് ബീം ആണ്. കണ്ടിന്യൂസ് ബീം ആകുമ്പോൾ എന്ത് വരും? ഒരുപാട് സപ്പോർട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ നമ്പർ ഓഫ് അൺനോൺസ് 1 റിയാക്ഷൻ എ, റിയാക്ഷൻ ബി, റിയാക്ഷൻ സി, റിയാക്ഷൻ ഡി, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഡി ആൻഡ് എ മൊമെന്റ് ഡി. അപ്പോൾ 1, 2, 3, 4, 5 and 6 നമ്പർ ഓഫ് അൺനോൺസ്. ഇനി തേർഡ് ഫിഗർ ആണ് പ്രോപ്ഡ് കാന്റിലിവർ. അപ്പൊ ഈ പേര് ഓർത്തിരിക്കണം. പ്രോപ്ഡ് കാന്റിലിവർ എന്ന് പറഞ്ഞ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പൊ പ്രോപ്ഡ് കാന്റിലിവറിൽ നമുക്ക് 4 നമ്പർ ഓഫ് അൺനോൺസ് ആണുള്ളത്.
അതൊന്ന് പഠിച്ചു വെക്കുക. പ്രോപ്ഡ് കാന്റിലിവറിൽ നമുക്കുള്ള നമ്പർ ഓഫ് അൺനോൺസ് 4 ആണ്. 4 നമ്പർ ഓഫ് അൺനോൺസ് ആണ് നമുക്കുള്ളത്. സോ ഇനി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് ആർ ഓൾസോ കോൾഡ് റിഡൻഡന്റ് സ്ട്രക്ചേഴ്സ്. ആ പേരും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് ആർ ഓൾസോ നോൺ ആസ് റിഡൻഡന്റ് സ്ട്രക്ചേഴ്സ്. സോ ഇനി നമുക്കൊന്ന് രണ്ട് ടേംസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ടേം ആണ് ഇന്റേണൽ ഇൻഡിറ്റർമിനസി. ഇന്റേണൽ ഇൻഡിറ്റർമിനസി ഡി സഫിക്സ് ഐ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇന്റേണൽ ഇൻഡിറ്റർമിനസി എന്ന് പറഞ്ഞാല് ഇൻഡിറ്റർമിനസി കോസ്ഡ് ബൈ അൺനോൺ ഫോഴ്സസ് ഇൻ ദ സ്ട്രക്ചർ. അപ്പോ ഇൻഡിറ്റർമിനസി കോസ്ഡ് ബൈ അൺനോൺ ഫോഴ്സ് ഇൻ ദ സ്ട്രക്ചർ എന്താന്ന് വെച്ചാല് സോ ഈ പ്രോപ്ഡ് കാന്റിലിവറിന്റെ ഫിഗർ തന്നില്ലേ, ഇതിനകത്ത് നമുക്ക് ഈ 10 കിലോന്യൂട്ടൺ എന്ന ലോഡ് കാണത്തില്ല. ഈ ലോഡിന് പകരം ഈ ലോഡിന്റെ വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെയുള്ളതാണ് ഇന്റേണൽ ഇൻഡിറ്റർമിനസി കോസ്ഡ് ബൈ അൺനോൺ ഫോഴ്സ് ഇൻ ദ സ്ട്രക്ചർ. ഫോഴ്സ് നമുക്ക് അറിയത്തില്ല. അപ്പൊ അതാണ് ഇന്റേണൽ ഇൻഡിറ്റർമിനസി. അപ്പൊ നമുക്ക് ഈ റിയാക്ഷനും സപ്പോർട്ട് റിയാക്ഷൻ ബാക്കിയൊക്കെ അറിയാമായിരിക്കും, പക്ഷേ ഈ ഫോഴ്സ് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതാണ് ഇന്റേണൽ ഇൻഡിറ്റർമിനസി എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് എല്ലാം. എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി എന്ന് പറയുമ്പോൾ കോസ്ഡ് ബൈ അൺനോൺ സപ്പോർട്ട് റിയാക്ഷൻസ്. ഇൻഡിറ്റർമിനസി കോസ്ഡ് ബൈ അൺനോൺ സപ്പോർട്ട് റിയാക്ഷൻസ്. അപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻസ് നമുക്ക് അറിയത്തില്ല, അത് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി. അത് ഡിനോട്ട് ചെയ്യുന്നത് ഡി സഫിക്സ് ഇ എന്നാണ്. ഇതൊക്കെ നിങ്ങൾക്ക് 4 മാർക്കിന്റെ തിയറി ചോദിക്കുന്നതാണ്. ഇനി ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊരു സ്ട്രക്ചറിന്റെ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, നമ്പർ ഓഫ് അൺനോൺസ് മൈനസ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. അപ്പൊ നമുക്കൊരു സ്ട്രക്ചർ തരും. ഒരു സെക്കൻഡ്, ഈ ഫിഗർ ഒന്ന് എടുത്തോട്ടെ. Degree of indeterminacy, number of unknown forces in excess of equations of statics. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി, ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് മൈനസ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. സോ അതാണ് ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി. നമുക്ക് ഏത് പ്രോബ്ലം കിട്ടിയാലും അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും. ഇനി മുതൽ അങ്ങോട്ടുള്ള ഏത് പ്രോബ്ലം എടുത്താലും അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പഠിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും. അപ്പോൾ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് അൺനോൺസ്. ഇപ്പൊ ആ കൊടുത്തിരിക്കുന്ന ഫിഗർ നോക്കിക്കേ, എ ബിയിലും നമുക്ക് ഹിഞ്ചഡ് സപ്പോർട്ട്സ് ആണ്. ഹിഞ്ചഡ് സപ്പോർട്ട്സിൽ 2 നമ്പർ ഓഫ് അൺനോൺസ് ഉണ്ടാവും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺസ് എത്ര വന്നു? RAയിൽ 2 നമ്പർ ഓഫ് അൺനോൺസ്, RBയിൽ 2 നമ്പർ ഓഫ് അൺനോൺസ്. Therefore 4 നമ്പർ ഓഫ് അൺനോൺസ് ആണ് ഈ ഫിഗറിലുള്ളത്. ഇനി നമുക്ക് എത്ര നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ ആണുള്ളത്? എത്ര നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ ആണുള്ളത് എന്ന് പറഞ്ഞ, എത്ര ഇക്വിലിബ്രിയം ഇക്വേഷൻ ആണുള്ളതെന്ന്? 3 number of equilibrium equation. So number of unknowns minus number of equilibrium equation. Appo 4 minus 3 is equal to 1. Appo degree of indeterminacy എന്ന് പറയുന്ന വാല്യൂ 1 ആണ്. സോ ഇതിനെ പറയുന്ന ഇൻഡിറ്റർമിനേറ്റ് ടു ഫസ്റ്റ് ഡിഗ്രി എന്നാ പറയുന്നത്. ഇൻഡിറ്റർമിനേറ്റ് ടു ഫസ്റ്റ് ഡിഗ്രി. ഇത് മനസ്സിലായത് നമുക്ക് 4 മാർക്കിന് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഒരു ഫിഗർ തന്നിട്ട് അതിനകത്ത് ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No sir. Okay. So degree of indeterminacy 1 വന്നാൽ നമ്മൾ പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ടു ഫസ്റ്റ് ഡിഗ്രി എന്നാണ് പറയുന്നത്. ഇൻഡിറ്റർമിനേറ്റ് ടു ഫസ്റ്റ് ഡിഗ്രി. ഇനി ഇതിന്റെ പേരെന്തായിരുന്നു? ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിന്റെ പേരെന്താ? കുറെ തവണ പറഞ്ഞായിരുന്നു. 1 end ഫിക്സഡ് ആൻഡ് അതർ എൻഡ് സിമ്പിൾ സപ്പോർട്ട്. റോളർ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സപ്പോർട്ട് അല്ലേ ഉള്ളൂ. ഇതിന്റെ പേരെന്തായിരുന്നു? ജസ്റ്റ് ഒന്നുകൂടി പറ. പ്രോപ്ഡ് കാന്റിലിവർ. പ്രോപ്ഡ് കാന്റിലിവർ.
അപ്പോൾ പ്രോപ്ലിക് കാൻഡിലിവറിൽ നമുക്ക് എയില് മൂന്ന് അൺനോൺസ് വന്നു, ബിയിൽ ഒരു അൺനോൺ വന്നു. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ് ആണ് 4. ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺസ് 4. ഇനി നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് 3. therefore ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി 4 minus 3 is equal to 1. അപ്പൊ the given figure is indeterminate to first degree. Indeterminate to first degree. സർ അതൊന്നും പറയാമോ? രണ്ടെണ്ണം അല്ലേ? അപ്പം പിന്നെ അവിടെ 4 വന്നത് എങ്ങനെയാണല്ലേ? ദാണ്ടെ എയില് 3 അൺനോൺസ് ഇല്ലയോ? റിയാക്ഷൻ എ, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ റിയാക്ഷൻ RA, ഹൊറിസോണ്ടൽ റിയാക്ഷൻ HA, മൊമെന്റ് MA. എയില് 3 അൺനോൺസ് ഉണ്ട്. പിന്നെ ബിയിൽ എന്ന് പറയുമ്പോൾ അത് എന്താ, റോളർ സപ്പോർട്ടാണ്. റോളർ സപ്പോർട്ടിന് ഒരു റിയാക്ഷനേ ഉള്ളൂ. അപ്പോൾ RB എന്ന് പറഞ്ഞൊരു ഫോഴ്സ് അൺനോണ്, RA എന്ന് പറഞ്ഞ അടുത്ത അൺനോണ് HA, പിന്നെ MA. ഇപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺസ് 4. പിന്നെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് 3 എണ്ണേ ഉള്ളൂ. അപ്പോ 4 - 3 1. മനസ്സിലായോ? ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ അവിടെ ബിയിൽ നമുക്ക് ഹിഞ്ചഡ് സപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഹിഞ്ചഡ് സപ്പോർട്ടിനകത്ത് ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ വരും, ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ വരും. വെർട്ടിക്കൽ റിയാക്ഷൻ RB ആൻഡ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ HB. ഈ ഫിക്സഡ് സപ്പോർട്ടിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ HA, മൊമെന്റ് MA, വെർട്ടിക്കൽ റിയാക്ഷൻ RA. സോ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ഷൻസ് അൺനോൺസ് 5 വന്നു, നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് 3 വന്നു, ആൻഡ് ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി 2. അപ്പോ ഇതിന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ടു സെക്കൻഡ് ഡിഗ്രി. നിങ്ങൾക്ക് ചിലപ്പോ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാം, ലിസ്റ്റ് ഔട്ട് ദ എക്സാമ്പിൾസ് ഫോർ എ സ്ട്രക്ചർ വിത്ത് ഇൻഡിറ്റർമിനേറ്റ് ടു സെക്കൻഡ് ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പൊ നിങ്ങളൊരു സ്ട്രക്ചർ വരച്ചിട്ട് ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി 2 വരുന്ന രീതിയിൽ അതിന്റെ സപ്പോർട്ട്സ് അറേഞ്ച് ചെയ്താൽ മതിയായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് പാർട്ട് എയില്. ഇനി അടുത്ത ഫിഗർ കണ്ടോ, ഇതെന്താണ്? ഇതിന്റെ പേരെന്തായിരുന്നു? നേരത്തെ പറഞ്ഞായിരുന്നു, 2 എൻഡും ഫിക്സഡ് ആണ്. 2 എൻഡും ഫിക്സഡ് ആണെങ്കിൽ എന്നെ പറയുന്ന പേരെന്താ? ഫിക്സഡ് കാന്റിലിവർ. ഫിക്സഡ് കാന്റിലിവർ അല്ല, ഫിക്സഡ് ബീം. ഫിക്സഡ് ബീം എന്ന് മാത്രമേ ഉള്ളൂ. ഫിക്സഡ് ബീം. സോറി, 2 എൻഡും ഫിക്സഡ് ആണെങ്കിൽ ഫിക്സഡ് ബീം എന്നാണ് അതിന് പറയുന്നത്. അപ്പോ ഫിക്സഡ് ബീമില് എന്താണ്, ഒരു സപ്പോർട്ടിൽ 3 അൺനോൺസ് ഉണ്ട്. ഫിക്സഡ് സപ്പോർട്ടിൽ വെർട്ടിക്കൽ റിയാക്ഷൻ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആൻഡ് മൊമെന്റ്. അപ്പോൾ നമുക്ക് 2 ഫിക്സഡ് ഉള്ളത് കൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ് 6 എന്ന് വരും. നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് 3 വരും. സോ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി 6 - 3 is equal to 3. So therefore the given structure is indeterminate to third degree. അപ്പോൾ തേർഡ് ഡിഗ്രി ഇൻഡിറ്റർമിനസി ആണ് ഈ തന്നിരിക്കുന്നത് സ്ട്രക്ചർ, ഇൻഡിറ്റർമിനേറ്റ് ടു തേർഡ് ഡിഗ്രി. ഇത്രയും പറഞ്ഞ ക്ലിയർ ആണോ? ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ. Yes, sir. സോ ഇതിനകത്ത് ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, അഡ്വാൻറ്റേജസ് ഓഫ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്. സോ അഡ്വാൻറ്റേജസ്, ഇറ്റ് കോസസ് സേവിങ്സ് ഇൻ മെറ്റീരിയൽ. എന്താ സേവിങ്സ് ഇൻ മെറ്റീരിയൽ എന്ന് പറയാൻ കാര്യം, നമ്മൾ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ബീംസിനും കോളത്തിനും ഒക്കെ തിക്നെസ് കൂടുതലായിരിക്കും, ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ് കൂടുതലായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്ക് സേവിങ്സ് ഇൻ മെറ്റീരിയൽ. ഇൻഡിറ്റർമിനേറ്റ് ആകുമ്പോൾ സേവിങ്സ് ഇൻ മെറ്റീരിയൽ. ആൻഡ് സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഇറ്റ് ഈസ് മോർ റിജിഡ്. ആൻഡ് ഫോർത്ത് വൺ, പെർമിറ്റ് ലാർജ് സ്പാൻ. അപ്പോൾ ലെങ്ത് കൂടുതൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഇൻഡിറ്റർമിനേറ്റ് ആകുമ്പോൾ. അപ്പൊ കണ്ടിന്യൂസ് ബീം ഒക്കെ കണ്ടില്ലേ, അപ്പോ ഇൻഡിറ്റർമിനേറ്റ് ആണെങ്കിൽ നമുക്ക് ലിമിറ്റഡ് സ്പാനേ പറ്റുള്ളൂ. അപ്പൊ ഈ 3 അഡ്വാൻറ്റേജസും ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് ആർ പ്രിഫേർഡ് ഓവർ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഓർത്തിരിക്കുക, ഈ 3 അഡ്വാൻറ്റേജസ് എഴുതുക. സോ നെക്സ്റ്റ്, അനാലിസിസ് ഓഫ് ഇൻഡിറ്റർമിനേറ്റ് ബീം ബൈ കൺസിസ്റ്റന്റ് ഡീഫോർമേഷൻ മെത്തഡ്. അപ്പൊ തേർഡ് മോഡ്യൂളില് നമ്മൾ നമുക്ക് ഇനിയുള്ള 3 മോഡ്യൂളും, ഇപ്പൊ ഇതിപ്പോ തേർഡ് മോഡ്യൂൾ ആണ്, 4th, 5th, 6th. ഇതിനകത്തെല്ലാം ഇൻഡിറ്റർമിനേറ്റ് ബീം സോൾവ് ചെയ്യാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് പഠിക്കുന്നത്. അപ്പൊ ഈ മോഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന മെത്തേഡാണ് കൺസിസ്റ്റന്റ് ഡീഫോർമേഷൻ മെത്തേഡ്. പേര് കൺസിസ്റ്റന്റ് ഡീഫോർമേഷൻ മെത്തേഡ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ക്വസ്റ്റ്യൻ നോക്കണം, ആ ബീം ഏത് മെത്തേഡിലാണ് സോൾവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നതെന്ന്. അതേ കണക്ക് മെത്തേഡിന്റെ പേര് കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കണം.
ഇനിയിപ്പം നമ്മൾ അടുത്ത 4th-ലും 5th-ലും 6th-ലും സെയിം തന്നെയാണ്, ഇൻഡിറ്റർമിനേറ്റ് ബീം തന്നെയാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്, പക്ഷെ മെത്തേഡ് വേറെ ആയിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ പേര് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ 3rd മോഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന മെത്തേഡാണ് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ്. ഒരൊറ്റ മെത്തേഡ് 3rd മോഡ്യൂളിൽ പഠിക്കുന്നുള്ളൂ. അപ്പോ കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ്. അപ്പോ നമ്മൾ അതിന്റെ ഒരു പ്രൊസീജിയർ നോക്കുവാണ്. സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം, എന്നിട്ട് ആ സ്റ്റെപ്പ് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിക്കോളും. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റെപ്സ് ഒന്ന് പറഞ്ഞുതരാം ആദ്യമേ. അപ്പോൾ യൂഷ്വലി നമ്മൾ സോൾവ് ചെയ്തത് പ്രോപ്ഡ് കാന്റിലിവേഴ്സ് ആണ് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യുന്നത്. പ്രോപ്ഡ് കാന്റിലിവർ. അപ്പോൾ പ്രോപ്ഡ് കാന്റിലിവർ സോൾവ് ചെയ്യാൻ അത്യാവശ്യം എളുപ്പമായിട്ടുള്ള ഒരു മെത്തേഡ് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ് ആണ് ഉള്ളത്. അപ്പോൾ അതിന്റെ പ്രൊസീജിയർ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. നമ്പർ ഓഫ് അൺനോൺസ് മൈനസ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. നിങ്ങൾ ഈ പ്രൊസീജിയർ പഠിക്കണം. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിന് ഇതിന്റെ പ്രൊസീജിയർ മാത്രം എഴുതാനായിട്ട് 4 മാർക്കിന് ചോദിച്ചു. അപ്പോൾ ഇതാണ് തന്നെ സ്റ്റെപ്പ് 1 ഡിറ്റർമൈൻ ദ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി. അപ്പൊ അങ്ങനെ എഴുതാൻ തന്നെ പഠിക്കണം. അത് എക്സാമിന് ചോദിച്ചതാണ്, കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ സ്റ്റെപ്പ് 1 ഡിറ്റർമൈൻ ദ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി. ഈ സ്റ്റെപ്പ് 2 റിഡൻഡന്റ് ഫോഴ്സസ് ഓർ മൊമെന്റ്. അപ്പോ റിഡൻഡന്റ് ഫോഴ്സസ് ഓർ മൊമെന്റ് എന്നൊക്കെ പറയുന്നത് അതെന്താണ് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ജസ്റ്റ് ഓർത്തിരിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിഡൻഡന്റ് ഫോഴ്സ് ഓർ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എ നമ്പർ ഓഫ് റിലീസസ് ഈക്വൽ ടു ദ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി. ഇനി തേർഡ് സ്റ്റെപ്പ് പറയുന്നതാണ് സൊല്യൂഷൻ ഓഫ് ബേസിക് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. ജസ്റ്റ് ഹെഡിങ്സ് മാത്രം ഓർത്തിരിക്കുക. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ സ്റ്റെപ്സ് ഒക്കെ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പൊ തേർഡ് സ്റ്റെപ്പ് സൊല്യൂഷൻ ഓഫ് ബേസിക് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. സ്റ്റെപ്പ് 4 ഡിഫ്ലക്ഷൻ ഡ്യൂ ടു അൺനോൺ റിഡൻഡന്റ് ഫോഴ്സ് ഓർ മൊമെന്റ്. ഡിഫ്ലക്ഷൻ ഡ്യൂ ടു unknown redundant force or moment. In step 5 apply compactability condition at release end. Apply compactability condition at release end. And step 6 solve for other unknowns. So ഈ 6 സ്റ്റെപ്പ് ആണ് നമുക്ക് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡിലുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിക്കോളും. 6 സ്റ്റെപ്പ് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അപ്പോ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്വസ്റ്റ്യൻ വായിച്ചോ? എന്താ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? So analyze the propped cantilever using consistent deformation method and draw shear force and bending moment diagram. അപ്പോ SFDയും BMDയും വരയ്ക്കാനൊക്കെ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആരെങ്കിലും ഒക്കെ ഓർക്കുന്നുണ്ടോ? SFDയും BMDയും വരയ്ക്കാൻ പഠിച്ചത് ടോസ് 1-ലായിരുന്നോ? ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒക്കെ വരയ്ക്കാൻ പഠിച്ചത്? ഓക്കെ. അപ്പോ നമുക്ക് ഇവിടെ ആ പഠിച്ച ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒക്കെ വരയ്ക്കണം. സോ SFDയും BMDയും വരയ്ക്കണം. അതിന് മുന്നേ എന്ത് ചെയ്യണം? പ്രോപ്ഡ് കാന്റിലിവർ അനലൈസ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് പറഞ്ഞെന്ന് ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് 1 ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്യണം. ഈ തന്നിരിക്കുന്ന ബീമിന്റെ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി
എത്ര വരുമെന്ന് പറഞ്ഞേ? പ്രോപ്ഡ് കാന്റിലിവർ ആണ്. പ്രോപ്ഡ് കാന്റിലിവറിന്റെ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി എത്ര വരും? 1. ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി 1. ഇനി അടുത്ത എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സ്റ്റെപ്പ് 2 എന്താ പറഞ്ഞെന്ന് ഓർക്കുന്നുണ്ടോ? അത് നിങ്ങൾക്ക് ഓർമ്മ വരാൻ സാധ്യതയില്ല. ഞാൻ സ്റ്റെപ്പ് 2 കാണിച്ചു തരാം. സ്റ്റെപ്പ് 2 റിഡൻഡന്റ് ഫോഴ്സ് ഓർ മൊമെന്റ്. അപ്പോ എന്താണ് ഈ റിഡൻഡന്റ് ഫോഴ്സ് ഓർ മൊമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന കാന്റിലിവർ പ്രോപ്ഡ് കാന്റിലിവർ എന്താണ്? ഒരു ഇൻഡിറ്റർമിനേറ്റ് ബീമാണ്. ആ ഇൻഡിറ്റർമിനേറ്റ് ബീമിനെ ഡിറ്റർമിനേറ്റ് ബീമായിട്ട് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അത് ചെയ്യാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന പ്രോപ്ഡ് കാന്റിലിവറിന്റെ ഏതെങ്കിലും ഒരു സപ്പോർട്ട് റിമൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രോപ്ഡ് കാന്റിലിവർ ആകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ സപ്പോർട്ട് ബി ഉണ്ടല്ലോ, ആ സപ്പോർട്ട് ബി അങ്ങ് റിമൂവ് ചെയ്യും. അപ്പോൾ സപ്പോർട്ട് ബി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്ഡ് കാന്റിലിവർ എന്ത് ബീമായിട്ട് മാറി? പ്രോപ്ഡ് കാന്റിലിവറിനകത്തുള്ള ബി സപ്പോർട്ട്, ആ സിമ്പിൾ സപ്പോർട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്ഡ് കാന്റിലിവർ എന്ത് ബീമായിട്ട് മാറും? എന്ത് ബീമായിട്ട് മാറും? കാന്റിലിവർ ബീമായിട്ട് മാറും. അപ്പൊ അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഇൻഡിറ്റർമിനേറ്റ് ബീമിനെ ഡിറ്റർമിനേറ്റ് ബീമായിട്ട് കൺവേർട്ട് ചെയ്യുവാണ്. അപ്പോൾ കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാണ്? അതാണ്ടേ ഈ സപ്പോർട്ട് ബി നമ്മൾ റിമൂവ് ചെയ്യും. സപ്പോർട്ട് ബി റിമൂവ് ചെയ്യുമ്പോൾ അതിനെ ഒരു പ്രോപ്ഡ് അതിനെ ഒരു കാന്റിലിവർ ബീമായിട്ട് മാറും. അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന സെക്കൻഡ് സ്റ്റെപ്പ്. സോ നിങ്ങൾക്ക് ആ ഫിഗർ കാണാമോ? ഇതാണ്ടേ ഈ വരച്ചിരിക്കുന്നതാണ്. ആ ലോഡ് അതേ കണക്ക് തന്നെ എവിടെയുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? സപ്പോർട്ട് റിമൂവ് ചെയ്തു. ബിയിലെ സപ്പോർട്ട് റിമൂവ് ചെയ്തു. ഫിഗർ കണ്ടോ എല്ലാരും? ഇതൊന്നും മനസ്സിലാക്കി പോടെ. എവിടെയെങ്കിലും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഫസ്റ്റ് ഫിഗർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഒറിജിനൽ ബീമാണ്. വൺ എൻഡ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ഹിഞ്ചഡ് പ്രോപ്ഡ് കാന്റിലിവർ. അതിനെ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ റിഡൻഡന്റ് ഫോഴ്സ് അല്ലെങ്കിൽ മൊമെന്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന റിഡൻഡന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? റിയാക്ഷൻ ബി ആണ് റിഡൻഡന്റ് ഫോഴ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ആർ ബി എന്ന് പറഞ്ഞ സപ്പോർട്ട് റിമൂവ് ചെയ്തു. അപ്പൊ നമ്മുടെ ബീം എന്തായിട്ട് മാറി? അതൊരു കാന്റിലിവർ ബീമായിട്ട് മാറി. അപ്പൊ കാന്റിലിവർ ബീമിനകത്ത് എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് ചെയ്യുന്നു? അത് ഡിഫ്ലക്ട് ചെയ്തു. അപ്പൊ മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്ന പോയിന്റ് വൈ ബി എന്ന് പറഞ്ഞ പോയിന്റിലാണ് മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത്. അതിനെ നമ്മൾ വൈ ബി എന്ന് ഡിനോട്ട് ചെയ്തു. മനസ്സിലായോ പറഞ്ഞത്? സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? നമ്മൾ റിഡൻഡന്റ് റിയാക്ഷൻ കണ്ടുപിടിച്ചു. ഈ ആ റിഡൻഡന്റ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? ആർ ബി എന്ന് പറഞ്ഞ സപ്പോർട്ട് റിമൂവ് ചെയ്തു. ആർ ബി എന്ന് പറഞ്ഞ സപ്പോർട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആ ബി എന്ന് പറഞ്ഞ സപ്പോർട്ടിലായിരിക്കും കാന്റിലിവറിന്റെ മാക്സിമം ഡിഫ്ലക്ഷൻ ഒക്കർ ചെയ്യുന്നത്. അതാണ് വൈ ബി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അതിന്റെ ഡിഫ്ലക്ഷൻ വാല്യൂ പഠിച്ചു ഓർക്കുന്നുണ്ടോ? അതാണ് നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ അറ്റ് ബി. ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചു ഓർക്കുന്നുണ്ടോ? അതാണ്ട് എ കാന്റിലിവർ ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചതാണ് അതിന്റെ വാല്യൂസ്. അപ്പൊ നമുക്ക് മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത് ഈ WL⁴ ആണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ എഴുതിയത് മാറിപ്പോയതാണ്. WL⁴ ഡിവൈഡഡ് ബൈ 8EI. ഇവിടെ ഒരു L ഇടാൻ വിട്ടുപോയതാണ്. അപ്പോൾ WL⁴ ബൈ 8EI ആണ് കാന്റിലിവർ ബീമിന്റെ ഫ്രീ എൻഡിൽ വരുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ. ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചതാണ് അതൊക്കെ. അപ്പോ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാന്റിലിവർ ബീമിന്റെ ഫ്രീ എൻഡിൽ വരുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ WL⁴. ഇത് 3 അല്ല 4 ആണ്. WL⁴ ഡിവൈഡഡ് ബൈ 8EI. സോ അതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. റിഡൻഡന്റ് റിയാക്ഷൻ ഐഡന്റിഫൈ ചെയ്തു. ആ സപ്പോർട്ടിൽ ഡെവലപ്പ് ചെയ്യുന്ന ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ അതാണ് ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ അറ്റ് ബി എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ അറ്റ് ബി.
അപ്പോൾ WL⁴ ഡിവൈഡഡ് ബൈ 8EI. നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് 10 ആണ്, ലെങ്ത് കൊടുത്തിരിക്കുന്നത് 4 meters ആണ്. അപ്പൊ 10 × 4⁴ ഡിവൈഡഡ് ബൈ 8EI ഡിഫ്ലക്ഷൻ അറ്റ് B. ഇനി സ്റ്റെപ്പ് ഇത്രയും പറഞ്ഞ് ക്ലിയർ ആണോ? ആർക്കെങ്കിലും മനസ്സിലാകാതെ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കും. ആർക്കും ഡൗട്ട് ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യായിരുന്നു, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകായിരുന്നു. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് പറയുവാണ്. ഓക്കെ, അപ്പോ സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞാല് ഇപ്പോ നമ്മള് സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്തേ? ഈ ഫിഗർ നോക്കിക്കോണേ എല്ലാരും. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? നമ്മൾ റിയാക്ഷൻ ബി റിമൂവ് ചെയ്തു. റിയാക്ഷൻ ബി റിമൂവ് ചെയ്തിട്ട് ലോഡ് അവിടെ തന്നെ കൊടുത്തിരുന്നു. എന്നിട്ട് ഡിഫ്ലക്ഷൻ അറ്റ് ബി കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ലോഡ് അങ്ങ് റിമൂവ് ചെയ്യുവാണ്. ഈ ബീമിൽ ആക്ട് ചെയ്യുന്ന ലോഡ് നമ്മൾ അങ്ങ് റിമൂവ് ചെയ്തു. ലോഡ് റിമൂവ് ചെയ്തിട്ട് RB അവിടെ തന്നെ കൊടുത്തു. സോ സ്റ്റെപ്പ് 4 ചെയ്യുന്നത് എങ്ങനെയാണ്? എയിലെ സപ്പോർട്ട് അതേ കണക്കന്നെ ഉണ്ട്, പക്ഷേ നമ്മൾ ബീമിൽ ആക്ട് ചെയ്യുന്ന ലോഡ് ഉണ്ടല്ലോ, 10 kN ലോഡ്, 10 kN ലോഡ് അങ്ങ് റിമൂവ് ചെയ്തു. എന്നിട്ട് RB എന്ന് പറഞ്ഞ സപ്പോർട്ട് റിയാക്ഷൻ അവിടെ തന്നെ കൊടുത്തു. മനസ്സിലായോ പറഞ്ഞത്? പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ ആ ഫിഗർ നോക്കിക്കേ, മൂന്നാമത്തെ ഫിഗർ. നമ്മുടെ എല്ലാ പ്രോബ്ലത്തിലും ഇതേ പ്രൊസീജിയർ ആണ്, അതാണ് നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്ന് ചോദിക്കുന്നത്. അപ്പോ ഇതെന്ത് ഷേപ്പിൽ വന്നു? സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഒരു എൻഡ് ഫിക്സഡ് ആണ്, അതർ എൻഡിൽ ഒരു റിയാക്ഷൻ ബി എന്ന് പറഞ്ഞ ഒരു റിയാക്ഷൻ ബി ഉണ്ട്, എക്സ്റ്റേണൽ ലോഡ് റിമൂവ് ചെയ്തു. ഇത് നമുക്ക് ഒരു ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആയിട്ട് കൺസിഡർ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വരയ്ക്കാമേ, അപ്പൊ ക്ലിയർ ആവും. സോ 1 and ഫിക്സഡ്, ഇവിടെ എന്ത് കൊടുത്തു? ഇവിടെ ഒരു റിയാക്ഷൻ ബി കൊടുത്തു, ലോഡ് റിമൂവ് ചെയ്തു. അപ്പോ ഇതിനെ നമുക്ക് കൺസിഡർ ചെയ്യാം, ഇതിനൊരു കാന്റിലിവർ ബീമായിട്ട് കൺസിഡർ ചെയ്യാം. എന്ന് വെച്ചാൽ 1 and ഫിക്സഡ്, അതർ എൻഡ് എന്താണ്, നമ്മൾ ഇങ്ങനെ ലോഡ് അപ്ലൈ ചെയ്യില്ലേ, ഇതൊരു കാന്റിലിവർ ബീം ക്യാരിങ് പോയിന്റ് ലോഡ് അറ്റ് ഫ്രീ എൻഡ് എന്ന് എടുക്കാൻ പറ്റില്ലേ? അതേ രീതി തന്നെ ഇതാണ്ടേ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യും. താഴേന്ന് മുകളിലേക്കാണ് ലോഡ് എന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോ സപ്പോർട്ട് റിയാക്ഷൻ ഒരു പോയിന്റ് ലോഡ് പോലെ കൺസിഡർ ചെയ്യും സ്റ്റെപ്പ് 4. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ആ RB എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ നമുക്കൊരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഒരു ഡിഫ്ലക്ഷൻ കോസ് ചെയ്യും ഇല്ലേ? ആ ഡിഫ്ലക്ഷന്റെ വാല്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. സോ അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മോഡ്യൂളിൽ, കാന്റിലിവർ ബീം വിത്ത് എ കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ഫ്രീ എൻഡ്. അപ്പോൾ ആ ഫ്രീ എൻഡ് അല്ലെങ്കിൽ നമ്മൾ ഈ കൊടുത്ത ആ വാല്യൂ, അവിടെയാണ് മാക്സിമം ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. അതിന്റെ വാല്യൂ WL³ ഡിവൈഡഡ് ബൈ 3EI. WL³ ഡിവൈഡഡ് ബൈ 3EI. സോ നമുക്ക് ആ വാല്യൂസ് നോക്കാം. ഇവിടെ നമ്മൾ ΔB എന്നാണ് അത് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ? ഇവിടുത്തെ ഡിഫ്ലക്ഷന്റെ വാല്യൂ ΔB എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ΔB നമ്മൾ RB എന്ന് പറഞ്ഞ സപ്പോർട്ട് റിയാക്ഷൻ ഒരു പോയിന്റോട് പോലെ കൺസിഡർ ചെയ്തു. അപ്പോൾ അവിടെ കോസ് ചെയ്യുന്ന ഡിഫ്ലക്ഷൻ ΔB എന്നാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ΔB is equal to WL³ ഡിവൈഡഡ് ബൈ 3EI. സോ ആ ഒരു ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചതാണ്, WL³ ഡിവൈഡഡ് ബൈ 3EI. ഇനി ഡബ്ല്യുവിന്റെ വാല്യൂ എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ റിയാക്ഷൻ ബി ആണ്.
അപ്പൊ ആർ ബി ഇസ് ഈക്വൽ ടു എൽ ക്യൂബ് ഡിവൈഡഡ് ബൈ 3EI എന്ന് എഴുതി. ആർ ബി എൽ ക്യൂബ് ഡിവൈഡഡ് ബൈ 3EI. ഇനി നമ്മൾ അടുത്ത് ചെയ്തിരിക്കുന്നത് എല്ലിന്റെ അടുത്ത് അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എല്ലിന്റെ അടുത്ത് ലെങ്ത് 4 meters ആണ്. അപ്പൊ ആർ ബി 4 ക്യൂബ് ഡിവൈഡഡ് ബൈ 3EI. അപ്പൊ ഇതാണ് സ്റ്റെപ്പ് 4. അപ്പൊ ഇത്രയും സ്റ്റെപ്സ് ക്ലിയർ ആണോ? സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4. ഏതെങ്കിലും സ്റ്റെപ്പ് മനസ്സിലാകാത്തയുണ്ടോ? സ്റ്റെപ്പ് 5ലേക്ക് പോകാമോ? അല്ലെങ്കിൽ ഏതെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക. നമുക്ക് തേർഡ് മോഡ്യൂൾ എല്ലാ പ്രോബ്ലവും ഈ സ്റ്റെപ്സ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളെ എല്ലാം മനസ്സിലായിട്ടാണോ മിണ്ടാതിരിക്കുന്നത്? നോക്കുമായിരുന്നോ? രണ്ടാമത്തെ വെച്ചാൽ സ്റ്റെപ്പ് 2 ആണോ ഉദ്ദേശിക്കുന്നത്? അതെ സാറേ. പറയാം. ഞാൻ ഇത്രയും സ്റ്റെപ്പ് ഒന്നുകൂടെ ഒക്കെ പറഞ്ഞുതരാം. അപ്പോ ഈ അതങ്ങ് ക്ലിയർ ആയിക്കോളും. അപ്പൊ എല്ലാവരും ഒന്നും കൂടി ശ്രദ്ധിക്കുക, മനസ്സിലായവരും ഇല്ലാത്തവരും എല്ലാം. ഇതാണ് നമ്മുടെ ഒറിജിനൽ ഫിഗർ. അപ്പോ ഇത് എ എന്ന് പറഞ്ഞ സപ്പോർട്ട്, ഇത് ബി എന്ന് പറഞ്ഞ സപ്പോർട്ട്. ഓക്കെ, ഇതിനെയാണ് പ്രോപ്ഡ് കാന്റിലിവർ എന്ന് പറയുന്നത്. പ്രോപ്ഡ് കാന്റിലിവർ എന്ന് പറയുമ്പോൾ വൺ എൻഡ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് എന്തായിരിക്കും? അതർ എൻഡ് സിമ്പിൾ സപ്പോർട്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിനകത്തൊരു റിഡൻഡന്റ് ഫോഴ്സ് കണ്ടുപിടിക്കുകയാണ്. റിഡൻഡന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഫോഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊമെന്റോ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സ്ട്രക്ചർ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആയിട്ട് മാറും. അപ്പോ ഇവിടെ നമുക്ക് എളുപ്പം എന്താണ്? ഈ തന്നിരിക്കുന്ന പ്രോപ്ഡ് കാന്റിലിവറിനെ ഡിറ്റർമിനേറ്റ് ആക്കാനായിട്ട് നമുക്ക് ദാണ്ടെ ഈ സപ്പോർട്ട് ബി അങ്ങ് റിമൂവ് ചെയ്താൽ മതി. സപ്പോർട്ട് ബി റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ സ്ട്രക്ചർ എന്തായിട്ട് മാറി? ഇത് വെറും ഒരു കാന്റിലിവർ ബീമായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ ഒരു കാന്റിലിവർ ബീമിനകത്ത് നമുക്ക് എത്ര നമ്പർ ഓഫ് അൺനോൺസേ ഉള്ളൂ? ദർ വിൽ ബി ഓൺലി 3 number ഓഫ് അൺനോൺസ്. അപ്പോൾ ഗിവൺ സ്ട്രക്ചർ ഒരു ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആയിട്ട് മാറി. ഇതാണ് നമ്മൾ സ്റ്റെപ്പ് 2 പറയുന്നത്. മനസ്സിലായോ സ്റ്റെപ്പ് 2 എന്താന്ന്? ഇനി അടുത്ത സ്റ്റെപ്പ് 3ലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഡിഫ്ലക്ഷൻ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ ഇതെന്താണ്? ഒരു കാന്റിലിവർ ബീമാണ്. കാന്റിലിവർ ബീമിൽ എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് ഡിഫ്ലക്ട് ചെയ്യും. എന്നിട്ട് ആ ഡിഫ്ലക്ഷൻ മാക്സിമം വരുന്നത് എവിടെ ആയിരിക്കും? ഫ്രീ എൻഡിലായിരിക്കും ഡിഫ്ലക്ഷൻ മാക്സിമം വരുന്നത്. സോ ആ വാല്യൂ ആണ് നമ്മൾ YB ആയിട്ട് ഡിനോട്ട് ചെയ്തത്. YB. അപ്പൊ YBയുടെ വാല്യൂ അത് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചതാണ്. ഡിഫ്ലക്ഷൻ അറ്റ് B ഈസ് ഈക്വൽ ടു WL⁴ ഡിവൈഡഡ് ബൈ 8EI. ഇതാണ് സ്റ്റെപ്പ് 3 പറയുന്നത്. സ്റ്റെപ്പ് 3 നമ്മുടെ ബി എന്ന് പറഞ്ഞ പോയിന്റിലെ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്തു. മനസ്സിലായോ എല്ലാവർക്കും? Yes, sir. ഇനി അടുത്തത് സ്റ്റെപ്പ് 4ലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രോപ്ഡ് കാന്റിലിവർ ബീം വരച്ചു, അതിനകത്ത് ലോഡ് വരച്ചില്ല. മനസ്സിലായോ? പ്രോപ്ഡ് കാന്റിലിവർ എടുത്തു, അതിനകത്ത് ലോഡ് നമ്മൾ കൺസിഡർ ചെയ്തില്ല. ലോഡ് റിമൂവ് ചെയ്യണം. അപ്പൊ ഇതെന്താണ്? വൺ എൻഡ് ഫിക്സഡ്, പിന്നെ അതർ എൻഡിൽ എന്തുണ്ട്? ഒരു സിമ്പിൾ സപ്പോർട്ട് ഉണ്ട്. ഈ RB എന്ന് പറഞ്ഞ സിമ്പിൾ സപ്പോർട്ടിനെ നമ്മൾ ഒരു പോയിന്റ് ലോഡ് ആയിട്ട് കൺസിഡർ ചെയ്തു.
ആർ ബി എന്ന് പറഞ്ഞ സിമ്പിൾ സപ്പോർട്ടിനെ ഒരു പോയിന്റ് ലോഡായിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? എ കാന്റിലിവർ ബീം ക്യാരിങ് എ പോയിന്റ് ലോഡ് അറ്റ് ഫ്രീ എൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. മനസ്സിലായോ? പ്രോപ്ഡ് കാന്റിലിവർ വരച്ചു. പ്രോപ്ഡ് കാന്റിലിവറിനകത്ത് ആക്ട് ചെയ്യുന്ന ലോഡ്, എക്സ്റ്റേണൽ ലോഡ് റിമൂവ് ചെയ്തു. അപ്പോൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫിക്സഡ് എൻഡ് ഉണ്ട്, ഇവിടെ ഒരു ഹിഞ്ചഡ് എൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സിമ്പിൾ സപ്പോർട്ട് എൻഡ് ഉണ്ട്. ആ സിമ്പിൾ സപ്പോർട്ട് എൻഡിനെ ഒരു പോയിന്റ് ലോഡായിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ എ കാന്റിലിവർ ബീം ക്യാരിങ് പോയിന്റ് ലോഡ് അറ്റ് ഫ്രീ എൻഡ് ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ചു. കാന്റിലിവറിനകത്ത് ഫ്രീ എൻഡിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് ഡിഫ്ലക്ട് ചെയ്യും. അപ്പോൾ അത് ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യും. അതിന്റെ മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത് ഫ്രീ എൻഡിലായിരിക്കും. സോ ആ ഡിഫ്ലക്ഷൻ ആണ് നമ്മൾ ഡെൽറ്റ ബി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഡെൽറ്റ ബി. ആ ഡെൽറ്റ ബിയുടെ വാല്യൂ ആണ് WL³ ഡിവൈഡഡ് ബൈ 3EI. WL³ ഡിവൈഡഡ് ബൈ 3 into EI. ഇതാണ് സ്റ്റെപ്പ് 4 പറയുന്നത്. WL³ ഡിവൈഡഡ് ബൈ 3EI. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? പറഞ്ഞോ. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് 5 പോകാം. ഓക്കെ, അപ്പോ സ്റ്റെപ്പ് 5 നമ്മുടെ കണ്ടീഷൻ വെച്ചാൽ ഈ വൈ ബിയും ഡെൽറ്റ ബിയും ഈക്വൽ ആണ്. അപ്പോൾ കൺസിസ്റ്റന്റ് ഡിഫോർമേഷന്റെ പ്രൊസീജിയർ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ കാൽക്കുലേറ്റ് ചെയ്ത ഡിഫ്ലക്ഷൻ അറ്റ് ബി when uniformly distributed load is acting, deflection at B due to support reaction B, and both are equal. അതാണ് നമ്മുടെ സ്റ്റെപ്പ് 5 പറയുന്നത്. സ്റ്റെപ്പ് 5. So YB is equal to delta B. എന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത YB യുടെയും ഡെൽറ്റ ബിയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സോ ദാണ്ടെ YB ക്ക് കിട്ടിയത് 10 into 4 power 4 divided by 80i. ഡെൽറ്റ ബിയുടെ വാല്യൂ RB L³ divided by 3EI. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? റിയാക്ഷൻ ബി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. കണ്ടോ? റിയാക്ഷൻ ബി കാൽക്കുലേറ്റ് ചെയ്തു. YB is equal to ഡെൽറ്റ ബി എന്നാണ്. അതിനകത്തുനിന്ന് നമുക്ക് RBയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് എത്ര അൺനോൺസേ ഉള്ളൂ? പ്രോപ്ഡ് കാന്റിലിവറിൽ ഫ്രീ എൻഡിൽ അല്ലെങ്കിൽ പ്രോപ്ഡ് കാന്റിലിവറിലെ അപ്രോപ്ഡ് പോർഷൻ സിമ്പിൾ സപ്പോർട്ടിന്റെ റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് എത്ര അൺനോൺസേ ഉള്ളൂ? RB വാല്യൂ കിട്ടിയത് മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമുക്ക് എത്ര നമ്പർ ഓഫ് അൺനോൺസ് ഉണ്ട് കണ്ടുപിടിക്കാനായിട്ട്? എത്ര നമ്പർ ഓഫ് അൺനോൺസ്? ടു ആണോ 3 ആണോ എന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് ഫ്രീ എൻഡ് മാത്രമല്ലേ കിട്ടിയുള്ളൂ? ഫ്രീ എൻഡ് അല്ല, ഫിക്സഡ് എൻഡ്. ഫിക്സഡ് എൻഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലല്ലോ. സോ ഇത് ഇങ്ങനെയല്ലായിരുന്നു നമ്മുടെ പ്രോപ്ഡ് കാന്റിലിവർ. പ്രോപ്ഡ് കാന്റിലിവറിനകത്ത് ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ലോഡ് 10 kN per meter. ഇതിനകത്ത് റിയാക്ഷൻ ബി കാൽക്കുലേറ്റ് ചെയ്തു. റിയാക്ഷൻ ബി 15 kN. റിയാക്ഷൻ ബി 15 kN. ഇനി എന്തും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ഇവിടെ ഉള്ള സപ്പോർട്ട് ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട്, പിന്നെന്തുണ്ട്, ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ട്, പിന്നെന്തുണ്ട്, ഇവിടെ ഒരു മൊമെന്റ് ഉണ്ട്.
അപ്പൊ 3 കാര്യങ്ങളും കൂടി കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട് അല്ലേ? നമുക്ക് ഇവിടെ ഈ ഒരു പോർഷൻ മാത്രമേ കിട്ടിയുള്ളൂ. സപ്പോർട്ട് ബിയിലെ സപ്പോർട്ട് മാത്രമേ കിട്ടിയുള്ളൂ 15 കിലോ ന്യൂട്ടൺ എന്നുള്ളത്. ഇനി ഇതിനകത്ത് നമുക്ക് ഈ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് ഇതിനകത്ത് ഈ ബീമിൽ വേറെ ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത് വാല്യൂ 0 ആയിരിക്കും. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യണ്ട. ഇനി എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? വെർട്ടിക്കൽ റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം, മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ വെർട്ടിക്കൽ റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? സിഗ്മ വി ഈസ് ഈക്വൽ ടു 0. സം ഓഫ് വെർട്ടിക്കൽ റിയാക്ഷൻസ് ആർ ഈക്വൽ ടു 0. അപ്പൊ എന്ത് വരും? സം ഓഫ് വെർട്ടിക്കൽ റിയാക്ഷൻസ് ആർ ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ ആൻസർ എന്ന് പറഞ്ഞേ. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? റിയാക്ഷൻ എ ആണ്. ഇവിടെ ഒരു 15 കിലോ ന്യൂട്ടൺ അപ്വേർഡ്സ് ഉണ്ട്. ഇതെന്താണ്? ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ്. സ്പാൻ ലെങ്ത് എത്ര ആയിരുന്നു? 4 മീറ്റേഴ്സ് ആയിരുന്നു സ്പാൻ ലെങ്ത്. 4 മീറ്റർ സ്പാൻ ലെങ്ത്. ഇനി സിഗ്മ ബി ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് ആൻസർ എന്ത് വരും? എങ്ങനെയാ സോൾവ് ചെയ്യുന്നത്? അപ്വേർഡ് റിയാക്ഷൻ ആർ ടേക്കൺ ആസ് പോസിറ്റീവ്. അപ്പോൾ ആർ എ പ്ലസ് ആർ ബി, പിന്നെ നമുക്കുള്ള യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് 10 കിലോ ന്യൂട്ടൺ. ആ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നു? ഡൗൺവേർഡ്സ് ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ടിങ് ഡൗൺവേർഡ്സ് ആണ്. അപ്പൊ ഡൗൺവേർഡ് ഫോഴ്സ് ആർ ടേക്കൺ ആസ് നെഗറ്റീവ്. അപ്പൊ മൈനസ് സൈൻ കൊടുത്തു. ഇനി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന് എന്ത് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ എന്ത് ലോഡായിട്ടാണ് കൺവേർട്ട് ചെയ്യണ്ടേ? പോയിന്റ് ലോഡ് ആക്കാൻ എന്താ ചെയ്യണ്ടേ? ലോഡ് multiplied by length. But 10 into 4 is equal to 0. അപ്പൊ നമുക്ക് ഇവിടുന്ന് ആർ ബി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ആർ ബി ഇസ് ഈക്വൽ ടു എന്ത് വരും? 40 മൈനസ് ആർ എ. ആർ എയുടെ വാല്യൂ 15. ആർ എ ഇസ് ഈക്വൽ ടു 15 and that is equal to 25 കിലോ ന്യൂട്ടൺ. That is equal to 25 കിലോ ന്യൂട്ടൺ. അപ്പൊ നമുക്ക് ആർ ബിയുടെ വാല്യൂ കിട്ടി. ആർ എ വാല്യൂ, ആർ ബി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. മനസ്സിലായോ എല്ലാവർക്കും? ഇനി നമുക്ക് എന്ത് വാല്യൂ കൂടെ ഉണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്? മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? മൊമെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? Force into distance. Perpendicular distance. എന്തുവനു? വ്യക്തമായില്ല പറഞ്ഞത്. Force into distance. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. സോ നമുക്ക് മൊമെന്റ് അറ്റ് എ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ എന്ത് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം? പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്തായിരുന്നു നമ്മൾ ചെയ്തത്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് 10 into 4. ഇനി പോയിന്റ് ലോഡ് എവിടെ ആക്ട് ചെയ്യുന്നതെന്ന് കൂടി പറഞ്ഞേ. ഈ ഫുൾ സ്പാൻ ലെങ്തിൽ പോയിന്റ് ലോഡ് എവിടെയായിരുന്നു ആക്ട് ചെയ്യുന്നത്? സെന്റർ. 2 മീറ്റർ സെന്റർ. ഇനി റിയാക്ഷൻ അറ്റ് ബി എത്ര ആയിരുന്നു കിട്ടി? 15 കിലോ ന്യൂട്ടൺ അല്ലേ? 15 കിലോ ന്യൂട്ടൺ. സോ നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? സം ഓഫ് മൊമെന്റ് ആക്ടിങ് ഓൺ ദ ബീം ഈസ് ഈക്വൽ ടു 0. അപ്പോൾ മൊമെന്റ് എബൌട്ട് എ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി നമുക്ക് ദാണ്ടെ ഈ എം എ എന്നുള്ള മൊമെന്റ് ഞാൻ ക്ലോക്ക് വൈസ് ആയിട്ട് ജസ്റ്റ് അസ്യൂം ചെയ്ത് വരച്ചേ ഉള്ളൂ. ചിലപ്പോൾ ക്ലോക്ക് വൈസ് ആയിരിക്കും, ചിലപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോ ഈ രീതിയിൽ ഞാൻ മൊമെന്റ് അറ്റ് എ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഞാൻ നിങ്ങൾക്ക് ഒരു കണ്ടീഷൻ പറഞ്ഞാൽ ഓർക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ സൈൻ കൺവെൻഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? പോസിറ്റീവും നെഗറ്റീവും ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതൊരു ബീം ആണെങ്കിൽ ഇതിങ്ങനെ ഒന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാ ബെൻഡ് ചെയ്യുന്നത്? സാഗിങ് ആണോ ഹോഗിങ് ആണോ കോസ് ചെയ്യുക? മുകളിലേക്കാണ് ബെൻഡ് ചെയ്യുന്നത് അല്ലേ? മുകളിലേക്ക് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ ഹോഗിങ് ആയിരിക്കും. നെഗറ്റീവ് മൊമെന്റ് എടുക്കുക. മൊമെന്റിന്റെ സൈൻ നെഗറ്റീവ് ആയിരിക്കും. ഇനി
ഈ ബീമില് മൊമെന്റ് ആക്ട് ചെയ്യാണ്. മൊമെന്റ് ആക്ട് ചെയ്യുമ്പോൾ ബെൻഡ് ചെയ്യുന്നത് താഴത്തേക്കാണെങ്കിൽ, ഡൗൺവേർഡ് ബെൻഡിങ് ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും? സാഗിങ് ആണ് കോസ് ചെയ്യുന്നത്. സാഗിങ് മൊമെന്റ് ആർ ടേക്കൺ ആസ് പോസിറ്റീവ്. അപ്പോൾ ഇതാണ് നമ്മൾ മൊമെന്റിന്റെ സൈൻ കൺവെൻഷൻ എടുക്കുന്നത്. ഹോഗിങ് ആണെങ്കിൽ, ബീമിനകത്ത് മൊമെന്റ് ആക്ട് ചെയ്യുമ്പോൾ അപ്വേർഡ് ബെൻഡിങ് ആണെങ്കിൽ, ഹോഗിങ് മൊമെന്റ് ആണെങ്കിൽ അതിന് നെഗറ്റീവും, സാഗിങ് മൊമെന്റ് ആണെങ്കിൽ അത് പോസിറ്റീവ്. അപ്പൊ ഈ മൊമെന്റ് വരച്ച് നോക്കിയാൽ മതി എങ്ങനെയാണ് അവിടെ സ്ട്രൈക്ക് ചെയ്യുന്നതെന്ന്. അപ്പൊ നമുക്ക് ആദ്യം എം എ നോക്കാം. എം എ എങ്ങനെയാ എന്താ കോസ് ചെയ്യുന്നത്? സാഗിങ് ആണോ ഹോഗിങ് ആണോ കോസ് ചെയ്യുന്നത്? അതാണ്ട് എയിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അപ്വേർഡ് ആയിട്ടാണോ ബെൻഡ് ചെയ്യുക, അതോ ഡൗൺവേർഡ് ആയിട്ടാണോ ഈ ബീം ബെൻഡ് ചെയ്യുക? ഒന്ന് പറഞ്ഞേ. പോസിറ്റീവ് മൊമെന്റ് ആണോ നെഗറ്റീവ് മൊമെന്റ് ആണോ കോസ് ചെയ്യുന്നതെന്ന്? നെഗറ്റീവ് മൊമെന്റ്. അപ്പോൾ മൈനസ് എം എ നമ്മൾ ആദ്യം ഡിനോട്ട് ചെയ്തു, എം സഫിക്സ് എ. ഇനി അടുത്ത നമ്മുടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ മൊമെന്റ് വാല്യൂ അത് എത്ര വരും? അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വരുന്നത്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വരുന്നത്? നെഗറ്റീവ്. നെഗറ്റീവ്. അതും എന്താ കോസ് ചെയ്യുന്നത്? ഹോഗിങ് ആണ് കോസ് ചെയ്യുന്നത്. അപ്പൊ മൈനസ് 10 into 4, 10 into 4 പോയിന്റ് ഓർഡർ. ഇനി അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്ര വരും? 10 into 4 into ആ പോയിന്റ് ഓർഡിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2 meters. അപ്പൊ 10 into 4 into 2. ഇനി നമുക്ക് എന്തും കൂടെ ഉള്ളൂ? ഒരു 15 കിലോ ന്യൂട്ടണും കൂടെ ഉള്ളൂ. 15 കിലോ ന്യൂട്ടൺ പോസിറ്റീവ് ആണോ കോസ് ചെയ്യുന്നത് നെഗറ്റീവ് ആണോ കോസ് ചെയ്യുന്നത്? പോസിറ്റീവ്. പോസിറ്റീവ്. സോ പോസിറ്റീവ് 15 into നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 4 meters. 15 into 4 is equal to 0 എന്ന് കിട്ടും. 15 into 4 is equal to 0. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? മൊമെന്റ് അറ്റ് എ കാൽക്കുലേറ്റ് ചെയ്യാം. മൊമെന്റ് അറ്റ് എ is equal to എന്ത് വരും? 15 into 4 minus 10 into 4 into 2. 10 into 4 into 2 എന്താണ്? 80 ആണ്. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? മൊമെന്റ് അറ്റ് എയുടെ ആൻസർ എത്ര കിട്ടും? 20 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് ആൻസർ കിട്ടും. 20 കിലോ ന്യൂട്ടൺ മീറ്റർ. പോസിറ്റീവ് ആയിട്ടാണോ നെഗറ്റീവ് ആയിട്ടാണോ കിട്ടുന്നത്? നെഗറ്റീവ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ആ സൈൻ തിരിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്? മൊമെന്റ് എം എന്ന് പറയുന്ന സാധനം ക്ലോക്ക് വൈസ് ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് കിട്ടിയെങ്കിൽ അത് ജസ്റ്റ് റിവേഴ്സ്ഡ് ആണെന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ ആൻസറിൽ എം എ ഇസ് ഈക്വൽ ടു -20 കിലോ ന്യൂട്ടൺ മീറ്റർ അങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. ഈ ഫിഗറിനകത്ത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ വരച്ചേക്കുന്നത് കാണിക്കണം. മൊമെന്റ് എങ്ങനെയാണ് നിങ്ങൾ അസ്യൂം ചെയ്തിരിക്കുന്നതെന്ന് ഫിഗറിൽ വ്യക്തമായിട്ട് വരയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ മിസ്റ്റേക്ക് ആണെന്നൊക്കെ പറഞ്ഞ് മാർക്ക് കിട്ടില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ടാണ് മൊമെന്റ് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്താണ്? -20 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് നിങ്ങൾ മൊമെന്റ് വരച്ചിരുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആയതിനെ പോസിറ്റീവ് 20 കിലോ ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ വരയ്ക്കുന്ന അസ്യൂം ചെയ്യുന്ന ഡയറക്ഷൻ അനുസരിച്ച് ആൻസർ ചേഞ്ച് പോസിറ്റീവും നെഗറ്റീവും വരും. അപ്പൊ നിങ്ങൾ ആ ഡയറക്ഷൻ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. അപ്പൊ ഇതിങ്ങനെ അത് വരയ്ക്കണം, ആൻസർ പേപ്പറിൽ വരയ്ക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കോപ്പി അടിച്ചെന്നൊക്കെ വിചാരിച്ച് മാർക്ക് തരില്ല. അപ്പോ നമ്മൾ എല്ലാ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞോ? നോക്കിക്കേ. നമുക്ക് എത്ര നമ്പർ ഓഫ് അൺനോൺസ് ഉണ്ടായിരുന്നു? 4 നമ്പർ ഓഫ് അൺനോൺസ് ഉണ്ടായിരുന്നു. 4 നമ്പർ ഓഫ് അൺനോൺസും കിട്ടി. അപ്പോ റിയാക്ഷൻ അറ്റ് എ കിട്ടി, റിയാക്ഷൻ അറ്റ് ബി കിട്ടി. ഹൊറിസോണൽ റിയാക്ഷൻ അറ്റ് എ 0 ആയിരുന്നു. മൊമെന്റ് അറ്റ് എയുടെ വാല്യൂ എത്ര കിട്ടി? -20 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടി. -20 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് ഈ പറയുന്ന മൊമെന്റ് എല്ലായിടത്തും ക്ലോക്ക് വൈസ് ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്താൽ മതി. നമ്മൾ അങ്ങനെയാണ് യൂഷ്വലി ചെയ്യുന്നത്. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ എല്ലാവരും. ഈ ഫിക്സഡ് എൻഡിലെ മൊമെന്റ് നമ്മൾ എപ്പോഴും ഈ സൈഡിൽ ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ടും ഇവിടെ ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും യൂഷ്വലി നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അത് തിരിച്ചും എടുക്കാം, പക്ഷെ നമ്മൾ യൂഷ്വലി അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്സിനകത്തെല്ലാം ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് എന്തായിരുന്നു ക്വസ്റ്റ്യൻ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത്? വേറെ എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നോ?
SFD BMD. SFD BMD. നമുക്ക് ആദ്യം SFD എങ്ങനെ വരയ്ക്കുമെന്ന് നോക്കാം. അപ്പൊ SFD വരയ്ക്കാനായിട്ട് ഞാൻ ആദ്യം ഒറിജിനൽ ഫിഗർ ഒന്ന് വരയ്ക്കാം. SFD വരയ്ക്കുന്നത് നിങ്ങൾ പണ്ട് പഠിച്ച അതേ മെത്തേഡിൽ തന്നെയാണ് SFD വരയ്ക്കുന്നത്, ഒരു ചേഞ്ചും ഇല്ല. അപ്പോ SFD വരയ്ക്കാൻ നേരത്തെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഒറിജിനൽ ക്വസ്റ്റ്യൻ ഫിഗർ ഒന്ന് ആൻസർ പേപ്പറിൽ വരയ്ക്കണം. നമ്മുടെ ഒറിജിനൽ ഫിഗർ ഇങ്ങനെയാണ് അല്ലേ? ഫസ്റ്റ് SFD വരയ്ക്കാം. സോ SFD വരയ്ക്കാനായിട്ട് എല്ലാവരും കാണാൻ പറ്റുന്നില്ലേ? ശ്രദ്ധിച്ചോണം. കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും? ഓക്കെ. അപ്പോ SFD വരയ്ക്കാനായിട്ട് ഫസ്റ്റ് നമ്മളൊരു ബേസ് ലൈൻ വരയ്ക്കും, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കും. അതിന് പറയുന്ന പേരാണ് ബേസ് ലൈൻ. ആ ബേസ് ലൈനിന് മുകളിലേക്ക് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് എല്ലാം ഡിനോട്ട് ചെയ്യാം, താഴത്തേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് ഡിനോട്ട് ചെയ്യാം. SFD ഇവിടെ ഇങ്ങനെ സൈഡിൽ മാർക്ക് ചെയ്യണം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇനി ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമുക്ക് മതിയാണ് ഇങ്ങനെ പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും, അതിന്റെ ഒരു സൈൻ കൺവെൻഷൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇതൊരു ബീം ആണെങ്കിൽ, അപ്പോ ഈ ബീമിനകത്ത് ഫോഴ്സ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിലെ ഫോഴ്സ് ഡൗൺവേർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത്, റൈറ്റ് സൈഡിലെ ഫോഴ്സ് ഡൗൺവേർഡ്സും ലെഫ്റ്റ് സൈഡിലെ ഫോഴ്സ് അപ്വേർഡും ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്ന സൈൻ കൺവെൻഷൻ പോസിറ്റീവ് ആണ്. ഇതെന്താണ് ക്ലോക്കിന്റെ സൂചി തിരിയുന്നതാണല്ലേ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. റൈറ്റിൽ ഡൗൺവേർഡ് ഫോഴ്സോ ലെഫ്റ്റിൽ അപ്വേർഡ് ഫോഴ്സോ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ഷിയർ ഫോഴ്സ് പോസിറ്റീവ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, ലെഫ്റ്റില് ഡൗൺവേർഡ്, റൈറ്റില് അപ്വേർഡ്, ലെഫ്റ്റില് ഡൗൺവേർഡ്, റൈറ്റില് അപ്വേർഡ്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഷിയർ ഫോഴ്സിന്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് സൈൻ ആണ്. ഷിയർ ഫോഴ്സിന്റെ സൈൻ നെഗറ്റീവ് ആണ്. ഇനി നമുക്ക് കിട്ടിയ റിയാക്ഷൻ എ റിയാക്ഷൻ ബി വാല്യൂ പറഞ്ഞേ. നമുക്ക് റിയാക്ഷൻ എ അപ്വേർഡ് ആയിട്ടല്ലേ കിട്ടിയത്. RAയുടെ വാല്യൂ എത്ര ആയിരുന്നു കിട്ടിയേ? റിയാക്ഷൻ എ അപ്വേർഡ് ആയിട്ടാണ് കിട്ടിയത്, പോസിറ്റീവ് വാല്യൂ തന്നെ അല്ലായിരുന്നു കിട്ടിയത്. ആൻസർ ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? 25 അപ്വേർഡ് ആയിട്ട് തന്നെ കിട്ടിയത്. റിയാക്ഷൻ എ 25. ഇനി റിയാക്ഷൻ ബി എത്ര കിട്ടിയത്? 15. അത് നമുക്ക് അപ്വേർഡ് റിയാക്ഷൻ ആയിട്ട് തന്നെ കിട്ടിയത്. റിയാക്ഷൻ ബി 15. അപ്പോ നമ്മുടെ സൈൻ കൺവെൻഷൻ നോക്കിക്കേ. ബീമിന്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സ് ആണെങ്കിൽ എന്താണ്? ബീമിന്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സ് ആണെങ്കിൽ ഷിയർ ഫോഴ്സ് പോസിറ്റീവ് ആണ്. കണ്ടോ? ഇതാണ് നമ്മുടെ സൈൻ കൺവെൻഷൻ. ബീമിന്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ആയിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അപ്പൊ എന്താണ്? ഷിയർ ഫോഴ്സ് പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ അത് വരച്ചു. ഇങ്ങനെ മുകളിലേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണ്, അത് 25. ഇനി റിയാക്ഷൻ ബി നോക്കിക്കേ. റിയാക്ഷൻ ബി എവിടെയാണ്? റൈറ്റ് സൈഡിൽ അപ്വേർഡ് ആണ്. റൈറ്റ് സൈഡിൽ അപ്വേർഡ് ആണെങ്കിൽ നമുക്ക് എന്താ വന്നിരിക്കുന്നത്? റൈറ്റ് സൈഡിൽ അപ്വേർഡ് ആയിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. റൈറ്റ് സൈഡിൽ അപ്വേർഡ് ആണെങ്കിൽ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ എന്താണ്? നമുക്ക് RBയുടെ വാല്യൂ 15 ആണ്. അപ്പൊ എന്ത് ചെയ്യുക? ബേസ് ലൈനിന് താഴത്തേക്ക് ഒരു 15 മാർക്ക് ചെയ്യുക. ബേസ് ലൈനിന് താഴത്തേക്ക് 15. എന്നിട്ട് നമ്മൾ ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്യുക, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞ ക്ലിയർ ആണോ? അതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? എല്ലാവർക്കും മനസ്സിലായോ? നിങ്ങൾ നേരത്തെ പഠിച്ചതാണോ ഒരു തവണ? അത് നിങ്ങൾ മറന്നോന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇനിയുള്ള എല്ലാ മോഡ്യൂളിലും നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? ഇത് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, അതാ ചോദിച്ചത്. അപ്പോ ഷിയർ ഫോഴ്സ് കഴിഞ്ഞു.
ഇനി നമുക്ക് എന്തും കൂടി വരയ്ക്കണം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനും ഇതേ കണക്കാനെ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മളൊരു ബേസ് ലൈൻ കൺസ്ട്രക്ട് ചെയ്യണം. ബേസ് ലൈൻ, ഒരു ബേസ് ലൈൻ വരച്ചു, ഇങ്ങനെ സൈഡില് BMD എന്ന് എഴുതുക. അത് എഴുതണം കേട്ടോ, നിങ്ങൾ വരയ്ക്കുന്ന സാധനം ഏതാണെന്ന് ആൻസർ വാല്യൂ നാളെ അറിയണം. അപ്പോൾ SFD മുകളിൽ ഇങ്ങനെ ബേസ് ലൈൻ വരച്ചിട്ട് അതിന്റെ സൈഡിൽ SFD എന്ന് എഴുതുക, താഴെ അടുത്തത് വരച്ചിട്ട് BMD എന്ന് എഴുതുക. ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നത് 2 സ്റ്റെപ്പായിട്ടാണ് വരയ്ക്കേണ്ടത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത് 2 സ്റ്റെപ്പായിട്ടാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ബീമിനെ സിമ്പിൾ സപ്പോർട്ട് ബീമായിട്ട് അസ്യൂം ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ബീമിനെ എന്ത് ചെയ്തു, സിമ്പിൾ സപ്പോർട്ട് ബീമായിട്ട് അസ്യൂം ചെയ്തു. എന്നിട്ട് ലോഡ് അതേ ലോഡ് തന്നെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ? സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ പ്രോബ്ലം മാറും. ഞാൻ ഒന്നും കൂടെ ഒന്ന് വരച്ച് കാണിക്കാം. സോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ബീമിനെ എന്ത് ബീമായിട്ട് കൺവേർട്ട് ചെയ്തു, സിമ്പിൾ സപ്പോർട്ട് ബീമായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ രണ്ട് എൻഡിലും സിംപ്ലി സപ്പോർട്ടഡ് ബീം വന്നു. ഇനി എന്ത് വന്നു, ഇതിനകത്ത് സെയിം ലോഡ് തന്നെ ആക്ട് ചെയ്യുന്നു, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ. സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഓർക്കുന്നുണ്ടോ ഇതിന്റെ ഷേപ്പ് എന്താ വരുന്നതെന്ന്? സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് പാരബോളിക് ഷേപ്പ് ആയിരിക്കും. എന്നിട്ട് അതിന്റെ സെന്ററിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉണ്ടാകുന്നത്. അതിന്റെ വാല്യൂ ഡിനോട്ട് ചെയ്യുന്നത് W into L square divided by 8. സോ ഇതാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. മനസ്സിലായോ? നമുക്ക് തന്നിരിക്കുന്ന ബീമിനെ സിമ്പിൾ സപ്പോർട്ട് ബീമായിട്ട് അസ്യൂം ചെയ്യാണ്. ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിന്റെ അതേ ലോഡ് കൊടുക്കുക. എന്നിട്ട് അതിന്റെ എഫക്ട് കാൽക്കുലേറ്റ് ചെയ്യുക, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് പാരബോളിക് ഷേപ്പ് ആയിരിക്കും. അതിന്റെ മൊമെന്റ് വാല്യൂ WL square 8 ആയിരിക്കും. മാക്സിമം മൊമെന്റ് മാത്രം വരച്ചാൽ മതി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ. അത് WL square by 8 ആയിരിക്കും. ആ വാല്യൂ എന്ത് വരും? നമുക്ക് ഡബ്ല്യുവിന്റെ വാല്യൂ എത്രയാണ് ക്വസ്റ്റിനെ കൊടുത്തിരിക്കുന്നത്? 10 അല്ലേ? 10 ഇൻറ്റു ലെങ്ത് വാല്യൂ കൊടുത്തിരുന്നത് 4 ആയിരുന്നു. W ഇൻറ്റു 4 square divided by 8. W 4 square divided by 8 എത്ര വരും ആൻസർ? W 4 square divided by 8 20 kilonewton meter. അപ്പോൾ ഈ ഡയഗ്രാം ആണ് നമ്മൾ ആദ്യമേ വരയ്ക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞ ക്ലിയർ ആണോ? സോ അപ്പൊ നമ്മൾ ആദ്യം ഈ ഫിഗർ ഇങ്ങോട്ട് വരയ്ക്കും. സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ ഇത് വരച്ചു. ഈ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇതിനകത്തൊരു മൊമെന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലേ? ഈ WL square by 8 എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറഞ്ഞ് കിട്ടിയത് പോസിറ്റീവ് വാല്യൂ ആണ്. ഇനി അതിനകത്ത് ഒരു വാല്യൂ കൂടി നമ്മൾ ഒരു മൊമെന്റ് കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഒറിജിനൽ ക്വസ്റ്റ്യനകത്ത് ഏതായിരുന്നു ആ മൊമെന്റ്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത മൊമെന്റ് എവിടുത്തെ മൊമെന്റ് ആയിരുന്നു? എയിലെ മൊമെന്റ്. ആ കിട്ടിയ മൊമെന്റ് പോസിറ്റീവ് ആയിരുന്നോ നെഗറ്റീവ് ആയിരുന്നോ? നെഗറ്റീവ് മൊമെന്റ് ആയിരുന്നു. അപ്പൊ ആ ഫിക്സഡ് എൻഡ് മൊമെന്റിന്റെ നെഗറ്റീവ് മൊമെന്റ് നമ്മൾ ഈ ബേസ് ലൈനിന്റെ മുകളിലാണ് വരയ്ക്കുന്നത്. പോസിറ്റീവ് മൊമെന്റ് ആണെങ്കിൽ ബേസ് ലൈനിന് താഴെയാണ് വരയ്ക്കുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന മൊമെന്റ് ഫിക്സഡ് എൻഡ് മൊമെന്റ് എന്നാ പറയുന്നത്. ആ മൊമെന്റിന്റെ നെഗറ്റീവ് വാല്യൂ മുകളിലാണ് വരയ്ക്കുന്നത്, പോസിറ്റീവ് വാല്യൂ താഴെയാണ് വരയ്ക്കുന്നത്. അപ്പോ നമുക്ക് കിട്ടിയ വാല്യൂ എന്തായിരുന്നു? 20. എത്രയായിരുന്നു മൊമെന്റ് ടേ കിട്ടിയത്? 20 അല്ലേ? സോ ആ നെഗറ്റീവ് വാല്യൂ മുകളിലാണ് വരയ്ക്കുന്നത്. നമുക്ക് പിന്നെ സപ്പോർട്ട് സിമ്പിൾ സപ്പോർട്ട് ആയിട്ട് എന്തില്ല, അവിടെ മൊമെന്റ് ഒന്നുമില്ല. അപ്പൊ ഇതിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ജോയിൻ ചെയ്തു. അപ്പൊ ഇങ്ങനെ നമുക്ക് രണ്ട് ഫിഗർ വരും. ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിളും കിട്ടും. ഇവിടെ നമുക്ക് എന്ത് വന്നു? ഒരു പാരബോളയും വന്നു. മനസ്സിലായോ?
ഫൈനൽ എൻ മൊമെന്റ്സ് കിട്ടുന്നതിന്റെ നെഗറ്റീവ് വാല്യൂ ബേസ് ലൈനിന് മുകളിൽ എഴുതുക, പോസിറ്റീവ് വാല്യൂ ബേസ് ലൈനിന് താഴെ എഴുതുക. ഫൈനൽ മൊമെന്റ് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ആയിട്ട് കൺസിഡർ ചെയ്തെടുക്കുന്നതിന്റെ പോസിറ്റീവ് വാല്യൂ ഞാൻ ഒന്നുകൂടി പറയാം. ഓക്കെ, ഇത് വരച്ചേക്കുന്ന ക്ലിയർ ആയിരുന്നു എല്ലാവർക്കും? WL²/8 എടുത്തത്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മുടെ ശരിക്കുള്ള ഫിഗർ എന്തായിരുന്നു? ഞാൻ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്നും കൂടി വരച്ച് കാണിക്കാം. അയ്യോ, ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ ബീം. എന്താണ്? പ്രോപ്ഡ് കാന്റിലിവർ. ഈ പ്രോപ്ഡ് കാന്റിലിവറിൽ നമുക്ക് മൊമെന്റിന് നമുക്കൊരു വാല്യൂ കിട്ടിയായിരുന്നു. മൊമെന്റിന് കിട്ടിയ വാല്യൂ എന്തായിരുന്നു? എത്ര കിട്ടിയ? -20 എങ്ങോട്ടല്ലേ? -20 kN മീറ്റർ. ഈ ഇതെന്താണ്? ഹിഞ്ചഡ് എൻഡ് ആണ്. ഹിഞ്ചഡ് എൻഡിൽ നമുക്ക് മൊമെന്റ് ഒന്നുമില്ല. അതുകൊണ്ട് ഇതിനെ നമുക്ക് മൊമെന്റ് അറ്റ് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. മൊമെന്റ് അറ്റ് ബി ഈസ് ഈക്വൽ ടു 0. അപ്പോ നമ്മൾ ഈ എൻഡ് പോയിന്റ്സിലെ മൊമെന്റും കൂടി നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ വരയ്ക്കണം. അപ്പൊ അതെങ്ങനെയാ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ബേസ് ലൈൻ വരച്ചു. ബേസ് ലൈനിന് ഈ എൻഡ് നമ്മുടെ ഈ പോയിന്റ്സിൽ, അതായത് നമ്മുടെ സപ്പോർട്ട് പോയിന്റ്സിലെ മൊമെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ നെഗറ്റീവ് വാല്യൂ മുകളിൽ വരയ്ക്കണം, പോസിറ്റീവ് വാല്യൂ താഴെ വരയ്ക്കണം. നെഗറ്റീവ് വാല്യൂ മുകളിലും പോസിറ്റീവ് വാല്യൂ താഴെയായിട്ട് വരയ്ക്കണം. അപ്പൊ നമുക്ക് എയിൽ കിട്ടിയ മൊമെന്റ് എന്തായിരുന്നു? നെഗറ്റീവ് മൊമെന്റ് ആയിരുന്നു. ആ നെഗറ്റീവ് മൊമെന്റ് ആയതുകൊണ്ട് എന്ത് ചെയ്തു? ഇതിങ്ങനെ മുകളിലേക്ക് വരച്ചു, എന്നിട്ട് മാർക്ക് ചെയ്തു 20 kN. ഇനി ബിയിൽ എന്തില്ല? മൊമെന്റ് ഒന്നുമില്ല. അപ്പോ ആ ബി സപ്പോർട്ടിലേക്ക് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ചു. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫിഗർ, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ സെക്കൻഡ് ഫിഗർ. മനസ്സിലായോ? പക്ഷെ നമ്മൾ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വരയ്ക്കണം. അപ്പൊ നമ്മൾ ആദ്യം വരച്ച പാരബോള ഈ വാല്യൂ WL²/8, WL² ഡിവൈഡഡ് ബൈ 8, പിന്നെ നമ്മുടെ ഫിക്സഡ് എൻഡിന്റെ മൊമെന്റ്, അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വരയ്ക്കുക. അപ്പൊ ഈ നെഗറ്റീവ് സൈൻ എന്ന് വെച്ചാൽ ഇവിടെ മാത്രമായിരിക്കും നെഗറ്റീവ് സൈൻ കൊടുക്കേണ്ടത്. ഇത് പോസിറ്റീവ് സൈൻ ആണ്. മനസ്സിലായോ? നമ്മുടെ എൻ പോയിന്റ്സ്, അതായത് സപ്പോർട്ട് പോയിന്റ്സിന്റെ നെഗറ്റീവ് സൈൻ മുകളിലാണ് വരയ്ക്കുന്നത്. പോസിറ്റീവ് സൈൻ കിട്ടുവാണെങ്കിൽ താഴെയാണ് വരയ്ക്കുന്നത്. ഇനി നമ്മൾ ഇത് ഷെയ്ഡ് ചെയ്യണം. ഷെയ്ഡഡ് പോർഷൻ ആണ് നമ്മുടെ ഫൈനൽ എൻഡ് മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും മീറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ? പാരബോളയും മീറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ രണ്ടാമത് വരച്ച ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈനിന് മുകളിലുള്ള പോർഷന് ഷെയ്ഡ് ചെയ്യുക. കണ്ടോ? സ്ട്രെയിറ്റ് ലൈനിന് മുകളിലുള്ള പോർഷൻ ഷെയ്ഡ് ചെയ്യുക. പിന്നെ ഈ ഒരു പോർഷൻ വരുമ്പോൾ എന്താണ്? ഇവിടെ നമുക്ക് ഈ ഫൈനൽ മൊമെന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പോർഷൻ ഷെയ്ഡ് ചെയ്യുക, പാരബോളയുടെ മുകളിലുള്ള ഇത്രയും പോർഷൻ. അപ്പൊ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന പോർഷൻ ആണ് ഫൈനൽ എൻഡ് മൊമെന്റ് എന്ന് പറയുന്നത്. വൈഷ്ണവ് പറഞ്ഞോ. അതിലേക്ക് കേറാൻ പറ്റുന്നില്ലെന്ന്, ലെഫ്റ്റ് ആയിപ്പോ. ആണോ? ഓക്കെ, അത് സാരമില്ല. ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആ റെക്കോർഡിങ് അങ്ങ് ഇട്ട് തരാം, കുഴപ്പമില്ല. അപ്പോ ഈ ലാസ്റ്റ് പറഞ്ഞ ക്ലിയർ ആണോ? ഷെയ്ഡ് ചെയ്യേണ്ടത് രണ്ട് ബെൻഡിങ് മൊമെന്റ് മീറ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈനിന് മുകളിലുള്ള പോർഷൻ ഷെയ്ഡ് ചെയ്യാം. ഇനി നമ്മുടെ ഫൈനൽ മൊമെന്റ്സ്, അതായത് പിന്നുള്ളത് ഈ പാരബോളയുടെ മുകളിൽ വരുന്ന പോർഷൻസ് ഷെയ്ഡ് ചെയ്യുക. അതായത് നമുക്ക് ഈ പോർഷനിൽ എന്തേ ഉള്ളൂ? -20 kN മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാകില്ല എന്നറിയാം, പക്ഷെ നിങ്ങൾ അത് ചെയ്ത് നോക്കുക. 2-3 വട്ടം നോക്കി കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. അപ്പൊ ഞാൻ ഇതിന്റെ റെക്കോർഡ് വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരാം, ഇന്ന് തന്നെ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾ അതിനെ ഒന്നുകൂടി ചെക്ക് ചെയ്താൽ മതി, അപ്പൊ മനസ്സിലാവും. അപ്പോൾ ഈ മോഡ്യൂൾ മുതൽ അങ്ങോട്ടെല്ലാം നമ്മൾ ഈ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കണം. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ക്ലിയർ ആയിട്ട് തന്നെ നോക്കുക. ഇപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരാം, അല്ലെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കണ്ടാൽ മതി. ഈ സെയിം സാധനം റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് അയച്ചു തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഞാൻ എനിക്ക് അറ്റൻഡൻസ് എടുത്തോട്ടെ. നിങ്ങൾക്ക് അടുത്ത ഒരു ലൈവ് സെഷൻ ആണോ? Yes, sir. ഒന്ന് പറഞ്ഞാൽ മതി. ക്ലാസ് ഇച്ചിരി നീണ്ടു എന്ന് പറഞ്ഞാൽ മതി മിസ്സിനോട്. Number 1, 2, 3, 4, 5, 6, 7, 8. Number 9 permanent absent അല്ലേ? Yes, sir. 10, 11, 12, 13. Number 16. Present, sir. 16 ആരാ? റോൾ നമ്പർ ടൈപ്പ് ചെയ്ത് പറഞ്ഞായിരുന്നു. സാർ ഇടാ മറന്നുപോയി സാർ. നമ്പർ 18 പെർമനന്റ് ആബ്സെന്റ് ആണോ? നമ്പർ 18, 20, number 20, number 24, 25, 26, 27, 20, number 28, so absentees number 9, number 18, number 20, number 24, and number 28. 9, 18, 20, 24, and 28. സോ നിങ്ങൾ ഈ പ്രോബ്ലം ഇന്ന് തന്നെ നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കണം. എന്നിട്ട് അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ചോദിക്കാം. BMDയും SFDയും വരയ്ക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഇച്ചിരി ഡൗട്ട് ഉണ്ടാവത്തുള്ളൂ, ബാക്കിയൊക്കെ എളുപ്പമാണ്. പക്ഷേ യൂണിവേഴ്സിറ്റി എക്സാമിന് BMDയും SFDയും വരയ്ക്കാൻ ക്വസ്റ്റ്യൻ അത് പ്രത്യേകം പറയുന്നുണ്ടാവും. ഓക്കെ, ഡൗട്ട്സ് ഉള്ളവർക്ക് ആരെങ്കിലും വേണമെങ്കിൽ സ്റ്റേ ബാക്ക് ചെയ്ത് ചോദിക്കാം. അതേഴ്സ് ക്യാൻ ലീവ്. താങ്ക് യു. Thank you, sir. Thank you, sir. Thank you, sir. Thank you. Thank you, sir.